ഒരു കാരണവശാലും ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയോ ഭരണാധികാരികൾക്കെതിരെയോ ഇറങ്ങിപ്പുറപ്പെടാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് പാടില്ലാത്തതാണ്. അത് ഖവാരിജികളുടെ സ്വഭാവമാണ്. ഇസ്ലാമിൽ നിന്ന് ഏറ്റവും ആദ്യം പുറത്തേക്ക് പോയ ഫിർഖത്തിന്റെ കക്ഷി ഖവാരിജികളാണ്. ഖവാരിജികളുടെ സ്വഭാവം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്ത്, ഒന്ന് മുസ്ലിമീങ്ങളെ തക്ഫീർ ചെയ്യുക, രണ്ടാമത്തത് ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങി പുറപ്പെടുക. പല ആളുകളും ധരിച്ചിട്ടുള്ളത് അങ്ങനെ ഭരണകൂടത്തിനെതിരിൽ ഇറങ്ങി പുറപ്പെടുന്നത് ആയുധവുമായിട്ടുള്ള ഇറങ്ങലാണ്. വാളെടുക്കണം, തോക്കെടുക്കണം, സമരം ചെയ്യണം, കല്ലെറിയണം. എന്നാൽ അറിയുക, അതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ് അൽ ഖുറൂജു അലൽ ഹാക്കിമി ബിൽ ലിസാൻ. നാവ് കൊണ്ട് ഖുറൂജ് ചെയ്യരുത്. എന്താ നാവ് കൊണ്ടുള്ള ഖുറൂജ് എന്ന് പറഞ്ഞാൽ? ഭരണാധികാരികൾക്കെതിരിൽ സംസാരിക്കലാണത്. ഖവാരിജികളുടെ ആദ്യത്തെ ആയുധം എന്തായിരുന്നു? നാവാണ്. ആ ഭരണാധികാരി അങ്ങനെയല്ല, ഈ ഭരണാധികാരി ഇങ്ങനെയാണ്, എന്താണ് അയാൾ അങ്ങനെ തീരുമാനിച്ചത്, എന്താണ് ഈ നാട്ടിൽ ഇങ്ങനെ, ഈ സംസാരം തന്നെ പാടില്ല. പബ്ലിക്കിലും പാടില്ല, രഹസ്യമായും പാടില്ല. കാരണം അത് ദീനിന്റെ ഭാഗമാണ്, അത് ദീനിന്റെ ഭാഗമാണ്. കാരണം വാളിനേക്കാൾ വലിയ ആയുധമാണ് നാവ്. നാവ് കൊണ്ടാണ് ആദ്യം മനസ്സിനെ പാകപ്പെടുത്തുന്നത്. ഇങ്ങനെ പാകപ്പെടുത്തി ഒരു നാട്ടിലെ ഭരണകൂടത്തിനെതിരിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ഭരണാധികാരികൾക്കെതിരിലുള്ള ചിന്തകൾ മനസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വാളുകൊണ്ട് ഇറക്കാൻ എളുപ്പമായി. ആദ്യം പാകപ്പെടുത്തുന്ന പണി എന്തുകൊണ്ടാണ്? നാവ് കൊണ്ടാണ്. അങ്ങനെ നാവ് കൊണ്ട് ഒരു തരം വെറുപ്പ് മനസ്സിൽ ഉൽപ്പാദിപ്പിച്ച് എല്ലാവരുടെ മനസ്സിലും ഈ ചിന്ത ഇട്ട് കഴിഞ്ഞാൽ നാളെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ കൈകളിൽ ആയുധം തന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങും. ഇത് ഞാൻ പറയാനുള്ള കാരണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിനെ പിൻപറ്റുന്ന ആളുകൾ അവരുടെ ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ സംസാരിക്കുന്നിടത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിനെ മറന്നിരിക്കുന്നു. അപ്പോൾ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളിലും ഓരോ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളിലും കിബാറുകളിൽപ്പെട്ട പണ്ഡിതന്മാരെ ഫോളോ ചെയ്യുക, അവർ പറയുന്നിടത്ത് നിൽക്കുക. അതിനപ്പുറത്ത് ഒരു ചർച്ചയുടെയും ആവശ്യം മുസ്ലിം ഉമ്മത്തിനില്ല. നമ്മെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിഷയത്തിൽ എന്തുകൊണ്ടാണ് നാവിനെ അതിലിട്ടിട്ട് ഫിത്ന ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ അഖീദയിൽ ഫിത്ന സംഭവിക്കും, മൻഹജിൽ ഫിത്ന സംഭവിക്കും. അതിലൂടെ അറിയാതെ പിഴച്ച, അതിരൂക്ഷമായ നിലക്ക് തന്നെ പിഴച്ച ഗ്രൂപ്പിലേക്കാണ് പോവുക. അത്തരം ചർച്ചകൾ ഉപേക്ഷിക്കണം. അത് പാടില്ല. ഇസ്ലാമിൽ അത് പാടില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തിൽ അത് പാടില്ല. ആയുധം കൊണ്ട് മാത്രമല്ല ഇറങ്ങലല്ല, നാവ് കൊണ്ടും പാടില്ല. മിണ്ടാതിരിക്കുക. ഓരോരുത്തരും അവനവന്റെ കാര്യം ചെയ്യുക. ഏതൊരു കാര്യവും ചർച്ച ചെയ്യാൻ അതിൻ്റെതായ ബോഡികളുണ്ട്, അവർ ചർച്ച ചെയ്താൽ മതി. ഒരു രാജാവ് ചിന്തിക്കേണ്ടത് രാജാവ് ചിന്തിച്ചാൽ മതി, നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മൾ ചിന്തിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട മൻഹജാണ്. മൻഹജിന്റെ എല്ലാ കിതാബുകളിലും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ വഴിപിഴവ്, ഖവാരിജികളുടെ വഴിപിഴവ്, ഈ നിലയ്ക്ക് ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരിലും ഭരണകൂടത്തിനെതിരിലും ചിന്തിക്കുക എന്നുള്ളതാണ്, പറയുക എന്നുള്ളതാണ്. അതിന് തടയിട്ടേ മതിയാകൂ. അത്തരം കാര്യങ്ങൾ നമുക്ക് പാടില്ല.